ഹലോ അപ്പം എന്ന് വന്നിരിക്കുന്ന ഒരുപാട് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ടാണ്. നിമിഷം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. ആദ്യ കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ ദുരന്തർ എന്ന് പറഞ്ഞ ബോളിവുഡ് ഹിന്ദി സിനിമേൻ്റെയാണ്. രൺവീർ സിംഗ് അഭിനയിച്ച പടത്തിൻ്റെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കാം. കേരളത്തിൽ സിനിമ റിലീസിന് വന്നിട്ട് 46 ദിവസമായിരിക്കുകയാണ്. സിനിമേൻ്റെ 46 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് പടത്തിന് 8,36,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയിൽ 47-48 ദിവസത്തെ കളക്ഷൻ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 12.80 ലക്ഷം. അങ്ങനെ ടോട്ടൽ സിനിമ 48 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 8,49,00,000 പടത്തിൻ്റെ കളക്ഷൻ കാണാൻ സാധിക്കും. സിനിമയ്ക്ക് നല്ലൊരു ലോങ് റൺ തന്നെയാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ സിനിമ റിലീസിന് കൊണ്ടുവന്നവർക്ക് നല്ലൊരു സൂപ്പർ ഹിറ്റാണ് സിനിമ സമ്മാനിച്ചിരിക്കുന്നത്. കാത്തിരിക്കാം നമുക്ക് പടത്തിൻ്റെ കൂടുതൽ കളക്ഷനായിട്ട്. മറ്റൊരു തമിഴ് സിനിമേൻ്റെയാണ് സിറൈ എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസാണ്. തമിഴ്നാട്ടിലാണ് സിനിമ അത്യാവശ്യം നല്ല കളക്ഷൻ വാരിയെടുത്തിരിക്കുന്നത്. കേരളത്തിലൊന്നും സിനിമയ്ക്ക് അത്ര വലിയ ഒരു ഹോൾഡ് ലഭിച്ചിട്ടില്ല. എന്നാൽ പോലും കേരളത്തിലെ സിനിമയ്ക്ക് 20.8 ലക്ഷമാണ് കളക്ഷൻ. തമിഴ്നാട്ടിലെ സിനിമയ്ക്ക് 26,42,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് സിനിമയ്ക്ക് 2,90,00,000. ഇന്ത്യൻ്റെ വെളിയിൽ സിനിമയ്ക്ക് 2,03,00,000. ടോട്ടൽ അങ്ങനെ സിനിമ 28 ദിവസം കൊണ്ട് 31,55,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമേൻ്റെ ബഡ്ജറ്റ് ഓൾമോസ്റ്റ് വെറും 3 കോടിയാണ്. സിനിമേൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് ഷെയർ സിനിമയ്ക്ക് ലഭിച്ചത് 13,50,00,000. സിനിമ തിയേറ്ററുകളിൽ നിന്ന് മാത്രം ഒരു സൂപ്പർ ഹിറ്റ് വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു സിനിമയാണ് നമ്മുടെ മൻകാത്ത എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ അജിത്തിൻ്റെ സിനിമ. പടത്തിൻ്റെ പ്രീ സെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ആണ് സംസാരിക്കാൻ പോകുന്നത്. പ്രീ സെയിൽ പരിശോധിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 2,51,00,000 സിനിമേൻ്റെ ഫൈനൽ പ്രീ സെയിൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. റിലീസിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് കർണാടകയിൽ നിന്ന് സിനിമയ്ക്ക് 17 ലക്ഷം, കേരളത്തിൽ 3 ലക്ഷമാണ് അപ്രോക്സ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ സിനിമ റിലീസിന് മുമ്പ് വേൾഡ് വൈഡ് 2,71,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അജിത്തിൻ്റെ മൻകാത്ത എന്ന് പറഞ്ഞ സിനിമ ഒരു എക്സലൻ്റ് ആയ ഒരു അഡ്വാൻസ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സിനിമയ്ക്ക് ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗംഭീരമായൊരു കളക്ഷൻ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. കാത്തിരിക്കുകയും ചെയ്യാം നമുക്ക്. പടം വീണ്ടും തിയേറ്ററിൽ പോയി കണ്ടവരെന്തായാലും പടത്തിൻ്റെ അഭിപ്രായങ്ങൾ മറക്കാതെ കൺബോക്സ് ചെയ്യപ്പെടുക. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് ബേബി ഗേൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിവിൻ പോളി സിനിമേൻ്റെയാണ്. സിനിമേൻ്റെ ഫൈനൽ പ്രീ സെയിൽ കളക്ഷൻ അപ്ഡേറ്റ് ആണ് ടോട്ടൽ വേൾഡ് വൈഡ്. കേരളത്തിൽ മാത്രം സിനിമ റിലീസിന് മുമ്പ് 28.60 ലക്ഷമാണ്. കർണാടകയിൽ 6.25 ലക്ഷം, തമിഴ്നാട്ടിൽ 2.15 ലക്ഷം. അങ്ങനെ ടോട്ടൽ മറ്റു ഭാഗത്തേക്ക് ആയിട്ട് സിനിമ 1.60 ലക്ഷം. ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ സിനിമ റിലീസിന് മുമ്പ് 38.60 ലക്ഷം, ഇന്ത്യൻ്റെ വെളിയിൽ സിനിമയ്ക്ക് 8.82 ലക്ഷം, വേൾഡ് വൈഡ് സിനിമയ്ക്ക് 47.42 ലക്ഷം. ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്, സിനിമയ്ക്ക് 50 ലക്ഷം പോലും ഇല്ല വേൾഡ് വൈഡ് പ്രീ സെയിൽ റിലീസിന് മുമ്പ്. സത്യം പറഞ്ഞാൽ നമ്മുടെ നിവിൻ പോളിയുടെ റീസെൻ്റ് ആയിട്ട് പുറത്തിറങ്ങിയ സിനിമയാണ് സർവമായ എന്ന് പറഞ്ഞ സിനിമ. ഓൾമോസ്റ്റ് 150 കോടിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് പടത്തിൻ്റെ കളക്ഷൻ. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് തന്നെ പുതിയ സിനിമ ബേബി ഗേൾ എന്ന സിനിമയ്ക്ക് ഒരു 50 ലക്ഷം പോലും വേൾഡ് വൈഡ് കാണാൻ സാധിക്കുന്നില്ല. പ്രൊമോഷൻസ് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും വരിക. എന്തായാലും മറ്റൊരു സിനിമയാണ് പെണ്ണ് കേസ് എന്ന് പറഞ്ഞ നിഖില വിമൽ അഭിനയിച്ച സിനിമ. പടത്തിൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമ റിലീസിന് വന്നിട്ട് 13 ദിവസം കഴിയുകയാണ്. വേൾഡ് വൈഡ് നോക്കുമ്പോൾ സിനിമയ്ക്ക് കേരളത്തിൽ മാത്രം 1,77,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്ക് ആയിട്ട് 18.8 ലക്ഷമാണ്. ഇന്ത്യൻ്റെ വെളിയിൽ സിനിമയ്ക്ക് 30 ലക്ഷമാണ്. ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് 13 ദിവസം കൊണ്ട് 2,26,00,000. 13 ദിവസത്തെ സിനിമയുടെ തിയേറ്ററിക്കൽ ഷെയർ കളക്ഷൻ നോക്കുമ്പോൾ 1 കോടി പോലും തികച്ച് കാണുന്നില്ല. പടം തിയേറ്ററിക്കൽ ഫ്ലോപ്പായി മാറുകയാണ് നിഖില വിമലിൻ്റെ പെണ്ണ് കേസ് എന്ന് പറയുന്ന സിനിമ. മറ്റൊരു സിനിമയാണ് കാർത്തി അഭിനയിച്ച വാത്തിയാർ എന്ന് പറഞ്ഞ സിനിമ. വാത്തിയാർ 9 ദിവസമായിരിക്കാണ് സിനിമ തിയേറ്റർ റിലീസ് വന്നിട്ട്. സിനിമ തമിഴ്നാട്ടിലെ 10,51,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. കേരളത്തിലെ സിനിമയ്ക്ക് 62 ലക്ഷം, കർണാടകയിൽ 1,58 ലക്ഷം, ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് 19 ലക്ഷം. ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് സിനിമ 12,90,00,000. 9 ദിവസം കൊണ്ട് സിനിമ ഇന്ത്യൻ്റെ വെളിയിൽ നേടിയെടുത്തിരിക്കുന്നത് വെറും 90 ലക്ഷമാണ്. 1 കോടി പോലും തികച്ചില്ല. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് 13,80,00,000 കളക്ഷൻ. ബഡ്ജറ്റ് 40 കോടിയാണ്. സിനിമ നേടിയത് 13.80 കോടിയാണ്. ഒരു വമ്പൻ ഡിസാസ്റ്ററായി മാറിയിരിക്കുകയാണ് പടം. മറ്റൊരു സിനിമയാണ് ടി എന്ന് പറഞ്ഞ സിനിമ. തലൈവർ തമ്പി തലൈമയിൽ എന്ന് പറഞ്ഞ സിനിമ. 8 ദിവസമായിരിക്കുകയാണ് പടം റിലീസിന് വന്നത്. സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ ഗംഭീരമായൊരു കളക്ഷൻ തന്നെയാണ്.
22,31,00,000 തമിഴ്നാട് കളക്ഷൻ. കേരളത്തിലാണെങ്കിലും സിനിമയ്ക്ക് 1 കോടി കാണുന്നുണ്ട്. കർണാടകയിൽ 1,58,00,000. റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് അങ്ങനെ ഓൾമോസ്റ്റ് 40,00,000. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രം ജീവയുടെ ഈ ഒരു സിനിമ 25,29,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ വെളിയിൽ 2,85,00,000. ടോട്ടൽ വേൾഡ് വൈഡ് 8 ദിവസം കൊണ്ട് 28,14,00,000. ആദ്യ ആഴ്ച കൊണ്ട് തന്നെ സിനിമ 30 കോടിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ബഡ്ജറ്റ് സിനിമയ്ക്ക് 10 കോടിയാണ്. ഓൾമോസ്റ്റ് 125% സിനിമ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും സിറൈ സിനിമയ്ക്ക് ശേഷം മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയമാവുകയാണ് നമ്മുടെ TTT എന്ന് പറഞ്ഞ സിനിമ ജീവേൻ്റെ. മറ്റൊരു ശിവകാർത്തികേയൻ സിനിമയാണ് നമ്മുടെ പരാശക്തി എന്ന് പറഞ്ഞ സിനിമ. 150 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമയാണ്. രവി മോഹൻ, അഥർവ, അതുപോലെ ശ്രീലീല എന്നിവർ അഭിനയിച്ച സിനിമ. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 53,81,00,000. കർണാടകയിൽ 4,70,00,000. കേരളത്തിൽ 1,32,00,000. ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്ക് സിനിമയ്ക്ക് 70,00,000. അങ്ങനെ ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് സിനിമ നേടിയത് 60,53,00,000. ഇന്ത്യൻ്റെ വെളിയിൽ സിനിമ നേടിയത് 22,70,00,000. ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് 83,23,00,000. ഓൾമോസ്റ്റ് സിനിമയ്ക്ക് 36 കോടീൻ്റെ അടുത്ത് വരും സിനിമേൻ്റെ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ. പിന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഇതുവരെയായിട്ട് സിനിമ റിക്കവർ ചെയ്തെടുത്തത് വെറും 24%. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സിനിമ എന്തായാലും നിർമ്മിച്ചവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് സമ്മാനിക്കാൻ പോകുന്ന പരാശക്തി എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും കാത്തിരിക്കാം നമുക്ക് സിനിമേൻ്റെ കൂടുതൽ കളക്ഷനായിട്ട്. മറ്റൊരു സിനിമയാണ് ഇന്ന് റിലീസിന് വന്ന നമ്മുടെ ചത്ത പാച്ച എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ വേൾഡ് വൈഡ് ഫൈനൽ പ്രീസിൽ കളക്ഷൻ പരിശോധിക്കാം. റിലീസിന് മുമ്പ് സിനിമ എത്ര കോടിയാണ് നേടിയെടുത്തത്. കേരളത്തിൽ മാത്രം സിനിമ 1,46,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. കർണാടകയിൽ നിന്ന് 10,8 ലക്ഷം, തമിഴ്നാട്ടിൽ നിന്ന് 3,5 ലക്ഷം. അതുപോലെ തന്നെ ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്ക് സിനിമ 2,6 ലക്ഷം. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ നേടിയത് റിലീസിന് മുമ്പ് 1,64,00,000. ഇന്ത്യൻ്റെ വെളിയിൽ 22,22 ലക്ഷം. ടോട്ടൽ വേൾഡ് വൈഡ് പ്രീസിൽ പടത്തിന് അപ്രോക്സ് ആയിട്ട് 1,86,00,000. എന്തായാലും ഗംഭീരമായൊരു പ്രീസെയിൽ കളക്ഷനാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. എന്തായാലും സിനിമയ്ക്ക് നല്ലൊരു അഭിപ്രായം തന്നെയാണ് റിലീസിന് ശേഷം കാണാൻ സാധിക്കുന്നത്. പടം കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിൻ്റെ അഭിപ്രായം കമന്റ് ചെയ്യപ്പെടുത്തുക. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ പ്രഭാസ് അഭിനയിച്ച രാജാ സാബ് എന്ന സിനിമേൻ്റെ കഴിഞ്ഞ 13 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ആണ്. ഇതിൽ സിനിമയ്ക്ക് 13 ദിവസം കൊണ്ട് ടോട്ടൽ സിനിമയ്ക്ക് കേരളത്തിൽ മാത്രം 50 ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പലയിടങ്ങളിലും സിനിമ വാനിഷ് ആയിട്ടുണ്ട്. കർണാടക പരിശോധിക്കുകയാണെങ്കിൽ 14,55,00,000 കളക്ഷൻ. തമിഴ്നാട് 2,70,00,000. പിന്നെ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ അങ്ങനെ മറ്റു ഭാഗത്തേക്കായിട്ട് 1,95,00,000. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് 26,93,00,000. ഇതിൽ തെലുങ്ക് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ തെലുങ്കന്മാരാണ് പടത്തിന് ഒരുപാട് കളക്ഷൻ വാരിക്കോരി കൊടുത്തത്. ഓൾമോസ്റ്റ് 123 കോടീൻ്റെ അടുത്ത് കളക്ഷൻ കാണുന്നുണ്ട് സിനിമേൻ്റെ തെലുങ്കിലെ കളക്ഷൻ. അങ്ങനെ ടോട്ടൽ സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രം 170,24,00,000 അടുത്ത് വരും കളക്ഷനായിട്ട്. ഇന്ത്യയുടെ വെളിയിലെ കളക്ഷൻ നോക്കുമ്പോൾ സിനിമയ്ക്ക് 34,40,00,000 അടുത്ത് കളക്ഷൻ കാണുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമ 204 കോടീൻ്റെ അടുത്ത് വരുന്നുണ്ട്. 204,64,00,000. 550 കോടിയുടെ അടുത്ത് വരുന്നുണ്ട് സിനിമയുടെ ബഡ്ജറ്റ്. പടം ഓൾമോസ്റ്റ് 204 കോടിയുടെ അടുത്താണ് കളക്ഷൻ വാരിക്കോരി എടുത്തത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പ്രഭാസിൻ്റെ ഈ ഒരു സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട്. കൂടുതൽ സിനിമകളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ അറിയുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസിൽ ഏതെങ്കിലും സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ ആ ഒരു സിനിമയുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കൺബോക്സ് ചെയ്യപ്പെടുക. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളിലെ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട്. ആദ്യം ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.